ചാനലിൽ ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു കണ്ടന്റ് ആട്ടോ ഈ കുക്കിംഗ്. ഇവിടെ ആദ്യമായിട്ടോ തക്കാളി ഉണ്ടാവുന്നത്. അപ്പോഴേ ഞാൻ ഉദ്ദേശിച്ചായിരുന്നു അതൊരു കണ്ടന്റ് ആക്കണമെന്നേ. പിന്നെ കുക്കിംഗ് വീഡിയോ ചെയ്യാത്തത് വെറുതെ എന്നാത്തിനും അച്ഛനെ പറയിക്കുന്നെന്ന് വിചാരിച്ച്. എൻ്റെ കുക്കിങ്ങും അച്ഛനും തമ്മിൽ എന്താ ബന്ധം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. അഥവാ നിങ്ങൾ ചിന്തിച്ചില്ലെങ്കിലും ഞാൻ പറഞ്ഞാൽ എൻ്റെ അച്ഛനൊരു പാചകക്കാരനാട്ടോ. ആ ഒരു അഹങ്കാരമൊന്നും എനിക്കില്ല. കാരണം ഞാൻ ഇന്ന് വെക്കുന്ന രുചി ആയിരിക്കത്തില്ല നാളെ ഒരു കറി വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റന്നാളും ആ രുചി ആയിരിക്കില്ല, വേറെ രുചിയായിരിക്കും. ഞാൻ ഈ സാധനങ്ങളൊക്കെ തന്നെ ആയിരിക്കും എടുക്കുന്നത്. പക്ഷേ എന്താണ് വെവ്വേറെ രുചിയെന്ന് മാത്രം എനിക്ക് മനസ്സിലാവാറില്ല. പിന്നെ അതുപോലെ തന്നെ സാമ്പാറിനകത്ത് ഈ കഷ്ണങ്ങളൊക്കെ ചേർക്കുമോ എന്നിപ്പോൾ നിങ്ങൾ ചിന്തിക്കും. അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മളെ തിരിച്ചടിക്കാത്ത എന്തും ഞാൻ സാമ്പാറിനകത്ത് ചേർക്കും. ഞാനല്ല കേട്ടോ, ഇവിടെ അമ്മയും ചേർക്കും. അപ്പോഴേ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ഇത്രയും സാധനങ്ങളും പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളും കൂടെ ചേർത്തിട്ട് പരിപ്പും പിന്നെ നമ്മളിപ്പോൾ എടുത്ത പച്ചക്കറികളെല്ലാം കൂടെ കുക്കറിനകത്തിട്ട് എടുക്കും. അതിനകത്തോട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. പിന്നെ കായം, കറിവേപ്പില എല്ലാം കൂടെ ഇട്ടിട്ട് മിക്സഡ് ജാറന്ന് കുക്കറിലിട്ടിട്ട് ഒന്ന് അടുപ്പിച്ചെടുക്കും. അത് തിളച്ച് വരുമ്പോൾ നമ്മുടെ പുളിയും കൂടെ ചേർത്ത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കടുക് വറുത്തിട്ട് അതിനകത്തോട്ട് മല്ലിപ്പൊടിയും സാമ്പാർ പൊടിയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ആ സാമ്പാർ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. അപ്പം ഞാൻ എപ്പോഴും ഉപ്പ് നോക്കാൻ കൊടുക്കുന്ന അമ്മയ്ക്ക്